വെൽക്കം ടു എസ്തെറ്റിക് ലൈഫ്. ഇന്ന് എസ്തെറ്റിക് ലൈഫ് എത്തിയിട്ടുള്ളത് ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിലാണ്. എന്നോടൊപ്പം സന്ധ്യ ചേച്ചിയുണ്ട്. ഇവിടുത്തെ ഒരു അറ്റ്മോസ്ഫിയർ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പിടികിട്ടി കാണും നമ്മൾ ക്രിസ്മസിന്റെ ആ ഒരു ആഘോഷ വേദിയിലേക്ക് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് അല്ലെ? ഓക്കെ, അപ്പോ ചേച്ചി ഇന്ന് എനിക്ക് വേണ്ടത് കുറച്ച് കാര്യങ്ങൾ. അതായത് ക്രിസ്മസ് ആണ്, നമുക്ക് കുറച്ചുകൂടി ഹൈലൈറ്റ് ആയിട്ട് നിൽക്കണം. ഞാൻ കുറച്ച് മുമ്പായിട്ട് നമ്മളൊരു ചെയ്തിരുന്നു, ഹെയർ കട്ട് ചെയ്തിരുന്നു. അപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഓൾറെഡി ഒരു മേക്ക് ഓവർ വേണം എന്നുള്ളത്. പക്ഷെ ആ മേക്ക് ഓവറിനെ കുറച്ചുകൂടി ഒന്ന് ഹൈലൈറ്റ് ചെയ്യണം. അതായത് നമ്മുടെ ക്രിസ്മസിന് നിന്ന് തിളങ്ങണം, എനിക്കൊന്ന് തിളങ്ങണം. ഹെയർ കളർ അല്ലേ? നമുക്ക് കട്ടായി, ഇനി നമുക്ക് കളറിങ്ങും കൂടെ ആവാം. ഓക്കെ, അപ്പോ ഫുൾ കളർഫുൾ ആണ്. ക്രിസ്മസ് എന്ന് പറയുമ്പോൾ തന്നെ ഗ്രീൻ, റെഡ്, യെല്ലോ, വൈറ്റ് എല്ലാത്തിന്റെ ഒരു കളറിംഗ് ആണ് ക്രിസ്മസ് അല്ലെ? സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഉത്സാഹത്തിന്റെ ഒക്കെ ഒരു ആഘോഷമാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. നമ്മുടെ ഉണ്ണി യേശു പിറന്ന ദിനമാണ്. അപ്പോ ആ ഒരു ക്രിസ്മസ് എന്നും ആ ഒരു ആഘോഷ രീതിയിൽ അല്ലെങ്കിൽ ആ ഒരു സമാധാനത്തോടെ നമുക്ക് ആഘോഷിക്കാൻ കഴിയണം. ഇന്ന് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ആവാൻ പോവാണ്. ഓക്കെ ചേച്ചി, അപ്പം ഇന്ന് എന്റെ ഹെയറിൽ എന്ത് ഹൈലൈറ്റ് ആണ് ചേച്ചി ചെയ്യാൻ പോകുന്നത്? എനിക്ക് ഹൈലൈറ്റ് ആയിട്ടാണ് വേണ്ടത്. നമുക്കൊരു 2 ടൈപ്പില് നമുക്ക് ചിന്തിക്കാം. കാരണം എന്താന്ന് പറഞ്ഞാൽ എന്തായാലും ബ്ലീച്ച് യൂസ് ചെയ്യണ്ടെന്ന് അനീഷ തന്നെ പറഞ്ഞു കഴിഞ്ഞു. അപ്പൊ നമുക്ക് പോവാൻ പറ്റുന്നത് റെഡ് അല്ലെങ്കിൽ നമുക്ക് വാം കളറ് അങ്ങനെ പോവാം. ഇല്ലാന്നുണ്ടെങ്കിൽ ബ്ലോണ്ട് കളേഴ്സ് ഉണ്ട്, അതായത് ഗോൾഡ് അങ്ങനെയുള്ള കുറച്ച് കളേഴ്സ് ഉണ്ട്. ഒരു ബ്രൗൺ ഷെയ്ഡിൽ വരുന്നത്. എനിക്ക് അതാണ് വേണ്ടത്. എനിക്ക് ഒരു ബ്രൗൺ ഷെയ്ഡ്, ഞാൻ ഇട്ടേക്കുന്ന ഡ്രസ്സ് തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡിലാണ്. അപ്പൊ എനിക്ക് എന്റെ ഹെയറിന് വേണ്ടത് എനിക്കൊരു ബ്രൗൺ പ്ലസ് ഗോൾഡൻ ആ ഒരു ഷെയ്ഡിൽ. അനീഷയുടെ ഹെയർ കുറച്ച്, ഒന്നാമത്തെ കാര്യം അനീഷയുടെ ഹെയർ ഒട്ടും ബ്ലാക്ക് അല്ല, കുറച്ച് ഷൈനിങ് ഉണ്ട്. നമ്മൾ ഹെയർ കട്ടിന്റെ ഒക്കെ ഒരു ഷൈനിങ്ങും ഉണ്ട്. അപ്പോ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡും ഗോൾഡൻ ഷെയ്ഡും കൂടെ കലർന്ന് ഒരു സ്ട്രാൻഡ്സ് ആയിട്ട് കൊടുക്കാം നമുക്ക്. എന്ന് പറഞ്ഞാൽ ഒത്തിരി നമുക്ക് വരത്തുമില്ല, ഭയങ്കര ഹൈലൈറ്റ് ആയിട്ട് സ്ട്രാൻഡ്സ് ആയിട്ട് കിടക്കും, നല്ല മെൽറ്റ് ആയിട്ട് കിടക്കുകയും ചെയ്യും. ഞാനിപ്പോ എന്തുകൊണ്ടാ റെഡിലോട്ട് പോവാത്തേന്ന് ചിന്തിക്കുമായിരിക്കും. ഇപ്പൊ റെഡാണ് അനീഷയ്ക്ക് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഷൂട്ടൊക്കെയാണ്, ഒത്തിരി ഡ്രസ്സ് ഇങ്ങനെ വേറെ വേറെ കളേഴ്സ് ആയിരിക്കും വരുന്നത്. അപ്പം അതിന്റെ കൂടെയും കൂടെ സൂട്ട് ആവണം. ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് ഇപ്പം റെഡ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമൽ ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഷൂട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ റെഡ് എല്ലാ ഡ്രസ്സിൻ്റെ കൂടെ മാച്ചായിട്ട് വരത്തില്ല. ക്യാമറയിലായിരുന്നാലും ഒരു ദിവസത്തേക്ക് ഒരു ഗ്രീൻ, ബ്ലാക്ക് ഡ്രസ്സിൻ്റെ കൂടെയൊക്കെ പോവുമായിരിക്കും. പിന്നെ റെഡ് അധികം ലാസ്റ്റ് ചെയ്യുന്ന കളറും അല്ല, അനീഷയ്ക്ക് പ്രത്യേകിച്ച് ഇല്ല. അതിപ്പോൾ ഏത് കമ്പനിയുടെ ഒന്നും ഇല്ല കേട്ടോ, കമ്പനിയുടെ പ്രശ്നമൊന്നുമല്ല. റെഡ് അധികം ലാസ്റ്റ് ചെയ്യാത്ത കളറാണ്, പെട്ടെന്ന് വാഷ് ഔട്ട് ആയി പോവും, എന്നിട്ട് ഒരു ഗോൾഡൻ ഷെയ്ഡിലൊക്കെ വന്ന് നിൽക്കും. ചേച്ചി എല്ലാവരും പറയും ഈ ഗ്രേ കളർ ഉണ്ടെങ്കിൽ കൂടുതലും കളർ ചെയ്യുന്നതിനേക്കാളും ഹെന്ന ചെയ്യുന്നതാണ് നല്ലത്, കളർ ചെയ്താൽ മുടിക്ക് കുറച്ചുകൂടി ദോഷമാണെന്ന് പറയുന്നത്. പക്ഷെ പണ്ട് എല്ലാവരും വയസ്സാകുന്ന ആൾക്കാർ, ഇപ്പോൾ പ്രായമാകുന്ന ആൾക്കാരുടെ ഗ്രേ വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഡൈ ആയിരുന്നു ചെയ്തിരുന്നത്. ഇപ്പോൾ പിന്നെ ഒരു 25+ ഉള്ള ആൾക്കാർക്കെല്ലാം ഗ്രേ ഹെയർസ് ഉണ്ട്. അപ്പോൾ എന്താണ് ചേച്ചിയുടെ ഒരു ഇതിൽ ഇപ്പം ഈ ഹെന്ന ചെയ്യുന്നത് കൊണ്ട് ഹെന്നയാണോ നല്ലത്, അതോ ഈ കളറിങ് ആണോ? ഹെന്ന ഞാൻ അങ്ങനെ അങ്ങോട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഹെന്നയ്ക്ക് ആകപ്പാടെ ഉള്ള ഒരു ഇതെന്ന് പറഞ്ഞാൽ മുമ്പൊക്കെ ആൾക്കാർ പറയും പോലെ തന്നെ ഒരു മെഡിസിൻ കണ്ടന്റ് ഉണ്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ ഒരു രീതി അനുസരിച്ച് പൊല്യൂഷനും സംഭവങ്ങളും ഉള്ള ഒരു രീതിയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഹെന്ന എന്ന് പറയുന്ന ഒരു കോട്ടിംഗ് ആണ്, ഒരിക്കലും ഹെയറിന്റെ കളർ മാറ്റുന്ന ഒരു സാധനമല്ല. ഹെന്ന ഒരു കോട്ടിംഗ് ആയിട്ട് ഹെയറിന്റെ പുറത്ത് ഇരിക്കത്തേ ഉള്ളൂ. അത് വാഷ് ഔട്ടായി പോകുമ്പോഴത്തേക്കും അതങ്ങ് പോകും, ഒരു കട്ടിയായിട്ട് ഒരു സാധനമായിട്ട് അങ്ങനെ ഇരിക്കും. പക്ഷെ മുടിയൊന്നും ചെയ്യത്തില്ല, പക്ഷെ നന്നായി ഡ്രൈ ആവും. നമ്മൾ ഇനിയിപ്പോ ഓയിൽ അപ്ലൈ ചെയ്തിരുന്നാലും ഈ ഒരു കോട്ടിങ് അതിൽ ഇരിക്കുമല്ലേ, അപ്പൊ ഈ മുടിയിലോട്ട് എന്തുണ്ടെങ്കിലും അകത്തോട്ട് എടുക്കത്തില്ല, അത് മുടി അകത്തോട്ട് എടുക്കത്തില്ല. കാരണം ഹെന്നയുടെ കോട്ടിങ് ഉണ്ടല്ലോ. അപ്പം നമുക്ക് ഇനി ഹെന്ന ചെയ്തേ നിർബന്ധമാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടോ അങ്ങനെയൊക്കെ ഹെന്ന ചെയ്യാം, നിർബന്ധമുള്ള ആൾക്കാർക്ക്. അല്ലാതെ ഗ്രേ കവറേജ് ആണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ കളറിങ്ങിലോട്ട് ഡൈ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഡൈയും കോട്ടിംഗ് ആണ്. ഡൈയും ഒരു കോട്ടിംഗ് ആണ്. പക്ഷേ നമ്മുടെ കളറിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ ടീനേജിലുള്ള ആൾക്കാരൊക്കെ ചെയ്യും പോലെ തന്നെ റെഡ് കളർ ചെയ്യുന്നതിന് പകരം ബ്ലാക്ക് കളർ ചെയ്യുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ വരത്തുള്ളൂ. പിന്നെ ഇതിന്റെ വോളിയം
ഇപ്പം സാധാരണക്കാരായ ആൾക്കാർക്ക് അറിയത്തില്ല നമ്മൾ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നത് വോളിയം മാറ്റി മാറ്റിയാണ്, അതായത് 20, 30, 40 അങ്ങനെ വോളിയംസ് ഉണ്ട്, അതങ്ങനെ മാറ്റി മാറ്റിയാണ് ചേർക്കുന്നത്. അപ്പം അതിൻ്റെ അതായത് ഡാർക്ക്നെസ് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ 20 വോളിയം അപ്ലൈ ചെയ്യും. അങ്ങനെയാണ് നമ്മുടെ മുടിയുടെ ബേസ് അനുസരിച്ച് അങ്ങനെയാണ് നമ്മൾ കളർ ചെയ്യുന്നത്. ഇതിൽ ഈ പറഞ്ഞതുപോലെ കെമിക്കൽ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊട്ടക്ഷനും കൂടെ നോക്കണം. ഹെന്ന എന്ന് പറയുന്നൊരു ഇത് കഴിവതും ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. നമ്മൾ ഇതിപ്പോൾ മെട്രിക്സിൻ്റെ 12N എന്ന് പറയുന്ന കളറാ, ബ്ലോണ്ട് കളറാ ചെയ്യുന്നത്. അത് ഒരു 40 വോളിയത്തിൽ ഗോൾഡൻ ഷെയ്ഡ് വരണം എന്നല്ലേ പറഞ്ഞേ, 40യിൽ ചെയ്യാം. ഗോൾഡനും ഒരു ബ്രൗൺ ഷെയ്ഡും കൂടെ ചേർന്നിട്ട്. മനുഷ്യക്ക് അത്യാവശ്യം കുറച്ച് ലെയർ മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഒത്തിരി ഇതിപ്പോൾ ഹൈലൈറ്റ് മാത്രമായിട്ടാണ് പോയിരിക്കുന്നത്. ഇത്രയും മുടി നമ്മൾ വെറുതെ വിട്ടിട്ട് ഹൈലൈറ്റിങ് മാത്രം ചെയ്ത് ഓരോരോ ഹൈലൈറ്റ് ആയിട്ടാണ് ചെയ്ത് പോകുന്നത്. ഇതുപോലെ തന്നെ നമ്മൾ ഇവിടെ മിഡിൽ പോർഷൻ വരെ ഇതുപോലെ തന്നെ ചെയ്യണം. ഇപ്പം ഈ കളറിങ് ചെയ്യുന്നത് ഇപ്പൊ തേക്കുന്നില്ലേ ഈ ഒരു ക്രീം, ഇത് നമ്മുടെ സ്കള്ളിലായാലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. ഒന്നാമത്തെ ഇത് കെമിക്കൽ അല്ലേ, അപ്പം നമ്മൾ അതെന്തായാലും സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുന്നത്. നമ്മളിപ്പം കണ്ടീഷണർ പറയുന്നില്ലേ സ്കാൽപ്പിലാവാൻ പാടില്ല എന്ന്, അതുപോലെ തന്നെ ഇത് ഹെയറിന് വേണ്ടിയിട്ടുള്ളതല്ലേ. അപ്പം നമുക്ക് സ്പാ ക്രീമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്കാൽപ്പിൽ യൂസ് ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെയല്ല. നമുക്ക് ഈ ഫ്രണ്ടിലും കൂടെ ഒരു 2 ലെയറും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കളറിങ് സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഇതിൻ്റെ ഇടയിലുള്ള നമ്മുടെ ഗ്രേ കവറേജും കൂടെ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ടച്ച് ചെയ്തങ്ങ് പോവാം. അത്രയ്ക്കൊന്നും ഇല്ല ശരിക്കും പറഞ്ഞാൽ, ഫോയിൽ വെച്ച് ചെയ്യാനും പാകത്തിനുള്ള ഗ്രേ ഒന്നും ഇല്ല. അപ്പം ലാസ്റ്റ് ടച്ച് ചെയ്തങ്ങ് വിടാമെന്ന് വിചാരിച്ചു. ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ മുകളിൽ ഡാർക്കും താഴെ ഇതുമായിട്ട് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ഓൾറെഡി നമ്മൾ വണ്ടർ കളർ ചെയ്ത് വെച്ചിട്ടുണ്ട്, 20യിൽ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വണ്ടർ കളർ ഇത് സ്കാൽപ്പിലായ പ്രശ്നമില്ല. ഇല്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുന്നതേ ഉള്ളൂ. വണ്ടർ കളറാണ്, അമോണിയ ഫ്രീ ആണ്. അപ്പം സ്കാൽപ്പിൽ ഒരല്പം ആയാലും കുഴപ്പമില്ല. ഇതൊരു ഗ്ലോബൽ കളറിൽ പോകുന്നതാണ്. ഇതിപ്പോൾ നമുക്ക് മുടിയുടെ കളറിനനുസരിച്ചിട്ട്, അതായത് ഒരു ബേസ് കളർ ഉണ്ടല്ലോ, അനീഷയുടെ ഹെയർ വന്നിട്ട് നല്ല ബ്ലാക്ക് അല്ല. അപ്പോൾ ഇത് പ്രോസസ്സിങ് ആവാനുള്ള ടൈമും ഈ മുടിയുടെ ബേസ് അനുസരിച്ചിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുന്നത്. അനീഷയുടെ മുടി ഏകദേശം ഒരു ബ്രൗൺ ഷെയ്ഡാണ്. അപ്പം എനിക്ക് തോന്നുന്നു പെട്ടെന്ന് അനീഷ് ഇതിന് മുമ്പും കളറൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്, കെമിക്കൽ സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ്. അതായത് കളറിങ് വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇല്ല അനീഷേ? സ്ട്രെയിറ്റനിങ് സ്മൂത്തനിങ് ഒന്നും ചെയ്തിട്ടില്ല. കളറിങ് ചെയ്തിട്ടുണ്ട് മുമ്പ്. അപ്പം അതുകൊണ്ട് തന്നെ ഹെയർ പെട്ടെന്ന് കളറ് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം നമുക്കൊരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട്, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം പ്രോസസ്സിങ് ആയിട്ടുണ്ടോ എന്നുള്ളത്. എന്നിട്ട് ഒരു ഫോയിൽ നമുക്ക് ആദ്യം വെച്ച ഫോയിലും ഏറ്റവും ലാസ്റ്റ് നമ്മൾ വെച്ച ഫോയിലും കൂടെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം, എന്നിട്ട് കാണാം. അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്, നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ആയിട്ടുണ്ട്. നമ്മൾ ആദ്യം ചെയ്തതാണിത്, ആദ്യം വെച്ച ഫോയിലാണിത്, ലാസ്റ്റ് വെച്ചതും കൂടെ. അത് ആയിട്ടുണ്ട്. വാഷ് ചെയ്തിട്ട് സെറ്റ് ചെയ്ത് കാണിക്കും. അപ്പോൾ അനീഷ, ഹെയർ വാഷൊക്കെ കഴിഞ്ഞു, നമുക്കിനി സെറ്റ് ചെയ്യാം.
അപ്പൊ അനീഷ യെസ്, എങ്ങനെയുണ്ട്? അടിപൊളിയായിട്ടുണ്ട്. എന്തോ പേഴ്സണലി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു ഹൈലൈറ്റ് ആയിട്ട് തന്നു. ഇനി ഒരു പാർട്ടിക്കൊക്കെ പോയാൽ ഓക്കെയാണ്. ബ്ലോ ഡ്രൈ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലൊന്ന് ലാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയൺ ചെയ്തിട്ടിരിക്കുക. ബ്ലോ ഡ്രൈ ചിലപ്പം ലാസ്റ്റ് ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ നമ്മൾ അയണിങ്ങും കൂടെ കൊടുത്തിട്ട് ഒന്ന് കേൾസ് പോലെ ചെയ്ത് ഒരു വേവി ആക്കി കിട്ടി. എപ്പോഴും നമുക്ക് എന്താണെന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലുക്കിനേക്കാളും കളർ ചെയ്തിട്ട് ഒരു സ്ട്രെയിറ്റ് ലുക്കിനേക്കാളും നല്ലതൊരു വേവി ലുക്കാണ്. അപ്പോൾ ഹൈലൈറ്റ് വേണമെന്ന് ഞാൻ പറഞ്ഞപ്പോൾ ചേച്ചി ഇത്രയും ഭംഗിയാക്കി തരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്തായാലും നല്ല ഭംഗിയുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് സെൽഫായിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ചേച്ചി എങ്ങനെയാണ് ഇനി ആഫ്റ്റർ കെയർ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? നമുക്ക് ഒരു ഷാംപൂ കണ്ടീഷണർ ഉണ്ട്. അത് റെഗുലറായിട്ട് അനീഷ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും കളറിങ്ങിൻ്റെതായിരിക്കത്തില്ല. അപ്പൊ നമുക്കൊരു ഷാംപൂ കണ്ടീഷണർ കളറിങ്ങിൻ്റെത് കൊടുക്കാം. ഷിയ ബട്ടർ ചേർന്നതോ, കാരണം എപ്പോഴും ഡ്രൈനെസ് ആയിരിക്കുമല്ലോ. നമ്മൾ കെമിക്കലായിട്ടുള്ള എന്ത് സംഭവം ചെയ്തിരുന്നാലും ഹെയറിന് ചെയ്തിരുന്നാലും ഡ്രൈനെസ് ആണ് ഏറ്റവും കൂടുതൽ വരുന്നത്. അത് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ഡ്രൈനെസ്സിനുള്ള ഒരു ഷാംപൂ, അതായത് കളറിങ് ഷാംപൂ, നമ്മൾ ഏതാണ് ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്തിരിക്കുന്നത്, കളറിങ്ങിന് യൂസ് ചെയ്തിരിക്കുന്നത്, അതിന്റെ തന്നെ കളറിങ്ങിന്റെ ഷാമ്പു. ഇപ്പൊ അഥവാ നമ്മൾ അങ്ങനെ യൂസ് ചെയ്തില്ല, ഇപ്പൊ കളർ ചെയ്തു ഒരാള് വീട്ടിൽ പോയി, പിന്നീട് നോർമലി ഉള്ള സാധാരണയുള്ള ഷാമ്പൂവും കണ്ടീഷണറും ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഹെയറിന് എന്തെങ്കിലും ഡാമേജ് വരുമോ? ഡ്രൈനെസ് ഉണ്ടാവും. ഡ്രൈനെസ് ഉണ്ടായാൽ തന്നെ നമുക്കറിയാം മുടി പൊട്ടിപ്പോവും. പിന്നെ ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത് സിറം മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണം. കാരണം നമുക്ക് സൺ പ്രൊട്ടക്ഷൻ ആണ്. കളറിങ്ങിന്റെ ആയാലും ഏത് കെമിക്കൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് സിറം കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യണം. അതായത് നനഞ്ഞ മുടിയിൽ ഒരു 80% വെറ്റായിട്ടുള്ള ഹെയറിൽ സിറം യൂസ് ചെയ്യണം. ഉണങ്ങിയ മുടിയിലല്ല സിറം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ ഷൈനിങ് കൊടുക്കാനോ ഒന്നിനുമല്ല. കുറച്ച് കസ്റ്റമേഴ്സ് അങ്ങനെ പറയുന്നുണ്ട്, ഷൈനിങ്ങിനും ഈ നമ്മുടെ ഈ ഉടക്കൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് സിറം യൂസ് ചെയ്യുന്നതെന്ന്. അങ്ങനെയല്ല, സൺ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ കെമിക്കലായിട്ടുള്ള സംഭവങ്ങളെല്ലാം മാറാൻ വേണ്ടിയിട്ടും പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ സിറം യൂസ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ എനിക്ക് ചോദിക്കാനുള്ളത്, ഞാൻ ഓൾറെഡി എൻ്റെ ഹെയർ ഒരു കുറച്ച് ഫ്രിസി ഹെയർ ആണ്. അപ്പോൾ എൻ്റെ ഒരു ഡൗട്ടാണ്, ഞാൻ എപ്പോഴും ഹോട്ട് ഓയിൽ മസാജ് ചെയ്തിട്ടാണ്, അല്ലെങ്കിൽ ഓയിൽ മസാജ് കാച്ചിയ വെളിച്ചെണ്ണയൊക്കെ കാച്ചി വെച്ചിട്ടുണ്ട് വീട്ടിൽ. അപ്പോൾ അതൊക്കെ തേച്ച് കുറച്ച് ഒരു 10-15 മിനിറ്റ് ആ ഓയിലൊന്ന് ഹെയറിലും തലയിലും ഒക്കെ പിടിച്ചതിന് ശേഷം ഞാൻ ഷാമ്പു വാഷ് ചെയ്യുന്ന ഒരാളാണ്. അതായത് ഞാൻ എന്നും കുളിക്കും, പക്ഷെ എന്നും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്ന ആള് തന്നെയാണ്. പക്ഷെ എല്ലാ ദിവസവും ഷാമ്പു വാഷ് ഞാൻ ചെയ്യാറില്ല, പ്ലെയിൻ വാട്ടറിൽ കഴുകുകയാണ്. എല്ലാ ദിവസവും എന്നാ ഓയിലും അപ്ലൈ ചെയ്യും? ഇല്ല, എല്ലാ ദിവസവും ഓയിൽ അപ്ലൈ ചെയ്തില്ല. അതായത് ഒരു ദിവസം ഓയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് അത് ഷാമ്പു വാഷ് ചെയ്ത് കളയും. പിന്നെ ബാക്കിയുള്ള ഡേയ്സ് ഞാൻ പ്ലെയിൻ വാട്ടറിൽ കഴുകുകയാണ് ചെയ്യുന്നത്. അപ്പോ ഇങ്ങനെ ഓയിൽ വാഷ് ചെയ്ത് കഴിഞ്ഞ് ഇപ്പൊ ഈ ഒരു ഹൈലൈറ്റും ഈ ഒരു കളറിങ്ങും ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഓയിൽ മസാജ് ചെയ്യുന്നതിന് കുഴപ്പമുണ്ടോ? ഞാൻ പ്രിഫർ ചെയ്യുന്നത് കാച്ചിയ എണ്ണ ഇതിന് ശേഷം തേക്കാൻ പാടില്ല എന്നുള്ളതാണ്. പിന്നെ മസ്റ്റായിട്ട് തേക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ മാസത്തിൽ ഒരു ദിവസമൊക്കെ ഒന്നാവാം. എന്നാലും ഈ കളറിങ്ങിന്റെ ഷാമ്പു വെച്ചിട്ട് വാഷ് ചെയ്ത് ഞാൻ എന്തായാലും പ്രോത്സാഹിപ്പിക്കത്തില്ല കാച്ചിയ എണ്ണ. അല്ലാതെ ഞാൻ പറയുകയാണെന്ന് ആൽമണ്ട് ഓയിൽ ബെസ്റ്റാണ്. വൈറ്റമിൻ ഇ ഉള്ളത് കൊണ്ടും ആൽമണ്ട് ഓയിൽ സ്റ്റിക്കി അല്ലാത്തത് കൊണ്ടും ഈ കളറിങ്ങിന് ബെസ്റ്റാണ്. ഓക്കെ, കളറിങ് ഇങ്ങനെ നിലനിൽക്കാൻ വേണ്ടിയിട്ട്. അതെ. ഓക്കെ, ഇത് എത്ര നാള് നിൽക്കുമായിരിക്കും? പെർമനന്റ് ആണ്. അപ്പോ ലൈഫ് ലോങ് നിൽക്കുമെന്ന്? അതെ. നമുക്ക് ഇനി ഈ ഇതിലൊരു കളർ ഇനി എക്സ്ട്രാ കൊടുക്കുന്നു ഒരു 20 ഡേയ്സ് കഴിഞ്ഞിട്ട്. ഇനി എന്ത് കെമിക്കൽ സംഭവങ്ങൾ നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്തിരുന്നാലും അതിൻ്റെ ഒരു ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 20 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി അടുത്തൊരു കളറ് യൂസ് ചെയ്യേണ്ടത്. ഇല്ലെങ്കിൽ ഒരു 1 month എങ്കിലും വെയിറ്റ് ചെയ്യണം. അതാണ് നമ്മുടെ ഹെയറിന്റെ ഹെൽത്തിന് ഏറ്റവും നല്ലത്. അപ്പോൾ എനിക്ക് എൻ്റെ ഈ ഒരു ഹെയർ സ്റ്റൈൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇതുപോലൊരു ഹൈലൈറ്റ് അല്ലെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും ഇൻസ്പയർ ബ്രൈഡൽ സ്റ്റുഡിയോയിലേക്ക് വരാം. ഞങ്ങൾ ഇനിയിപ്പോൾ അടിച്ചു പൊളിക്കാൻ പോവുകയാണ്. ക്രിസ്മസിന് വേണ്ടിയിട്ട് എന്തായാലും റെഡി ആയി കഴിഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ വക ഹാപ്പി ക്രിസ്മസ്.